ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദ്വാദശസ്കന്ധം 11-ാം അധ്യായം. ഇപ്പോൾ നമ്മൾ ഇന്നലെ 26-ാം ശ്ലോകത്തിലാണ് നിർത്തിയത് അല്ലേ. അപ്പോൾ ആ തന്ത്രത്തെ അല്ലേ, വൈദിക തന്ത്രത്തെ വളരെ വിസ്തരിച്ച് ഭഗവാന്റെ വിരാട് സ്വരൂപത്തെ നമുക്ക് വിസ്തരിച്ച് മനസ്സിലാക്കി തന്നു അല്ലേ. അപ്പോൾ എത്ര ശാസ്ത്രീയാണ് എന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ ഈ പ്രകരണത്തിൻ്റെ പാഠത്തിൽ നിന്നും ബ്രഹ്മജ്ഞാന സിദ്ധിരൂപ ഫലം ഉണ്ടാവുന്നു കാണിക്കുക. അപ്പോൾ തന്ത്രത്തെ പറ്റി, തന്ത്രത്തിൻ്റെ തത്വം അറിഞ്ഞാൽ തന്നെ ബ്രഹ്മജ്ഞാനം ഉണ്ടാവുന്നു. അപ്പോൾ തന്ത്രം സ്വീകരിച്ചിട്ട് അത് ഉപാസിച്ചാലോ. വെറുതെ അല്ല നമ്പൂരിമാർ നമ്മൾ നമ്പൂരിമാരെ തിരുമേനി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. ആത്മസാക്ഷാത്കാരം കിട്ടിയാൽ പിന്നെ തിരുമേനി എന്നല്ലേ വിളിക്കുക, തിരുമേനി എന്ന് വിളിച്ചാൽ അതല്ലേ വേണ്ടേ. അപ്പോൾ ബ്രഹ്മജ്ഞാന സിദ്ധിരൂപമായിട്ടുള്ള ഫലം ഉണ്ടാവുന്നു. അപ്പോൾ തന്ത്രത്തെ പറ്റി, തന്ത്രത്തിൻ്റെ തത്വം പഠിച്ചാലോ, അപ്പോൾ തന്ത്രം ഉപയോഗിച്ച് ഉപാസിച്ചാലോ. അപ്പോൾ ഏതൊരു ജീവാത്മാവ് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ശരീരം ശുദ്ധാക്കിയ ശേഷം മനസ്സിനെ ഭഗവങ്കൽ ഉറപ്പിച്ചുകൊണ്ട് വിരാൾ പുരുഷൻ്റെ അംഗാദി ലക്ഷണങ്ങൾ പ്രതിപാദിച്ച ഈ പ്രകരണത്തെ ശ്രദ്ധയോടെ പഠിച്ചാൽ ആ ജീവാത്മാവിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ബ്രഹ്മസ്വരൂപം ആത്മത്വേന അനുഭവിച്ചറിയുന്നു, സമാധിയിൽ പോകുന്നു, ആത്മസാക്ഷാത്കാരം സിദ്ധിക്കുന്നു. ശൗനക ഉവാച ശുഗോ യഥാഹ ഭഗവാൻ വിഷ്ണുരാധായ ശൃണ്വതേ സൗരോ ഗണോ മാസി മാസി മാനാവസതി സപ്തകാ തേഷാം നാമാനി കർമാണി സംയുക്താനാം അധീശ്വരൈ ബ്രൂഹിന ശ്രദ്ധധാനാനാം വ്യൂഹം സൂര്യാത്മനു ഹരേ. ശൃണ്വതേ കേൾക്കണവരായിട്ടുള്ള വിഷ്ണുരാധായ പരീക്ഷത്തിന് ഭഗവാൻ ശുഗമഹാജ്ഞാനിയായിട്ടുള്ള ശുഗമഹർഷി മാസം തോറും സപ്തക സൗരഗണ സൂര്യസംബന്ധിയായിട്ടുള്ള സംഘം നാനാവസതി ഭിന്നായിട്ട് വസിക്കണമെന്ന് യഥാഹയാതിനെ പറഞ്ഞു കൊടുത്തു. അധീശ്വരെ സംയുക്താനാം തേഷ അധീശ്വരന്മാരോട് ചോദിച്ച അവരുടെ നാമാനി കർമാണി നാമങ്ങളെയും കർമ്മങ്ങളെയും സൂര്യാത്മനാ ഹരി സൂര്യസ്വരൂപനായിട്ടുള്ള ഹരിയുടെ വ്യൂഹം വിഭാഗത്തെ ശ്രദ്ധധാനാനാംന ശ്രദ്ധായുക്തരായിട്ടുള്ള ഞങ്ങളോട് ബ്രൂഹി പറയണമെന്ന് പറഞ്ഞപ്പോൾ മണ്ഡലം ദേവയജനം സൂര്യമണ്ഡലം ശ്രീഹരി പൂജാസ്ഥാനം ഇതൊക്കെ പറഞ്ഞ മൂർത്തിവ്യൂഹം അല്ലേ ശ്രദ്ധിച്ച ശൗനക ഋഷിയുടെ ഹൃദയത്തിൽ സൂര്യവ്യൂഹം വിസ്തരിച്ച് മനസ്സിലാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായപ്പോൾ ചോദിക്കണേ ഭഗവാൻ ശൗനക ഋഷി സൂത ഭഗവാനെ ശ്രീ ശുഗമുനി ശ്രദ്ധയോടുകൂടി കേൾക്കണ പരീക്ഷിത്ത് മഹാരാജാവിനോട് പഞ്ചമസ്കന്ധത്തിൻ്റെ സൂര്യൻ്റെ ഒരുമിച്ച് ഒരു 7 പേരടങ്ങിയ ഗണം സപ്തഗണം മാസം തോറും മാറി അല്ലേ. ഒരു മാസത്തെ ഗണമല്ല അടുത്ത മാസത്തിലുണ്ടാവുക, വെവ്വേറെ ഗണങ്ങളാണ് സഞ്ചരിക്കണമെന്ന് പറഞ്ഞു. സൂര്യൻ്റെ കൂടെ സൂര്യനെ സേവിച്ചുകൊണ്ട് അവരുടെ നാമധേയങ്ങൾ, സംഘാധിപന്മാരുടെ നാമധേയങ്ങൾ, കർമ്മങ്ങൾ ഇതൊക്കെ കേൾക്കാൻ ശ്രദ്ധയോടിരിക്കണ അവർ ഓരോരുത്തരും ഓരോ സംഘം എന്തൊക്കെയാണ് ചെയ്യണേ അറിയണമല്ലോ. ശ്രദ്ധയോടുകൂടി ഇരിക്കണ ഞങ്ങളോട് പറഞ്ഞു തരണം എന്ന് പറയാം. അപ്പോൾ സൂര്യമണ്ഡലം ഭഗവാന്റെ സ്വരൂപം തന്നെയല്ലേ. സൂര്യവ്യൂഹം വിവരിക്കണവും ഭഗവത് കീർത്തനാണല്ലോ. സൂതൗവാച അനാദ്യവിദ്യയാ വിഷ്ണുർ ആത്മന സർവദേഹിനാം നിർമ്മിതോ ലോകതന്ത്രോയം ലോകേഷു പരിവർത്തതേ. സർവദേഹിനാം ആത്മനാ വിഷ്ണു സർവദേഹികളുടെ ആത്മാവായിരിക്കണ വിഷ്ണുവിൻ്റെ അനാദ്യവിദ്യയ അനാദിയായിട്ടുള്ള മായാൽ നിർമ്മിക്കപ്പെട്ട അയം ലോകതന്ത്ര ഈ ലോകയാത്ര പ്രവർത്തകൻ സൂര്യൻ ലോകേഷു ലോകങ്ങളിൽ പരിവർത്തിക്കണമെന്ന് പറയുകയാണ്. ഇപ്പോൾ സൂര്യവ്യൂഹം പറയാൻ ഭാവിക്കുന്ന സൂര്യൻ ആദ്യമായിട്ട് ഭഗവാൻ സൂര്യൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി പറയാണ്. ശരീരികളിലും സർവ്വജീവന്മാരിലും ആത്മസ്വരൂപനായിട്ട് വസിക്കുന്ന സർവാന്തര്യാമിയായിട്ടുള്ള ശ്രീ വിഷ്ണുവിൻ്റെ ഭഗവാൻ കൃഷ്ണൻ്റെ അനാദിയായിട്ടുള്ള മായാശക്തിയാൽ ഈ ലോകയാത്ര നിർവഹിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട ഈ സൂര്യമണ്ഡലം ലോകത്തിൽ അല്ലേ എങ്ങും കാണപ്പെടുന്ന നിലയിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് വളരെ ഉത്കർഷത്തോടുകൂടി ഇങ്ങനെ പ്രവർത്തിച്ചു പോരുന്നു എന്ന് പറയാം. ഇപ്പോൾ സൂര്യമണ്ഡലം എന്ന് വെച്ചാൽ സൂര്യനും സൂര്യൻ്റെ
ഗണങ്ങളും അല്ലേ? ബ്രഹ്മാണ്ഡത്തിൽ ആ സൂര്യമണ്ഡലത്തിൽ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യനും 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഭഗവാൻ വേദവ്യാസം എഴുതി വെച്ചേക്കണേ അല്ലേ? സൂര്യൻ വെറുതെ ഇരിക്കുകയല്ല, സൂര്യൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ നമ്മുടെ ഗാലക്സിയിൽ നിന്ന്. ഈ പാശ്ചാത്യർക്ക് ഇതിനെപ്പറ്റിയൊക്കെ വല്ല വിവരമുണ്ടായോ? ഏകയേവഹി ലോകാനാം സൂര്യാത്മാദി കൃത് ഹരി സർവവേദക്രിയാമൂലം ഋഷിഭിർ ബഹുധു നീതാ. ലോകാനാം ലോകങ്ങളുടെ ആദികർത്താവും ആത്മാവായിട്ടിരിക്കണ ഏകാ ഹരി ഏവ ഏകനായിട്ടുള്ള ഹരി തന്നെ സൂര്യൻ സർവവേദക്രിയാമൂലം സർവവേദക്രിയകളുടെ ആധികാരനായിട്ട് ഋഷികളാൽ ബഹുധാ ബഹുവിധത്തിൽ പറയപ്പെട്ടേക്കണം. അപ്പോൾ സർവജഗത്തിൻ്റെ കർത്താവും സർവജഗത്തിൻ്റെ ആത്മാവുമായിരിക്കണം ഏകനായിട്ടുള്ള ശ്രീഹരി ശ്രീകൃഷ്ണൻ തന്നെയാണ് സൂര്യൻ ശ്രീഹരി എന്ന് ഭിന്നനല്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. സൂര്യാത്മാ ജഗതാസ്തുഷാശ്ച ചരാചരങ്ങളുടെ ആത്മാവും സൂര്യനായിട്ടിരിക്കണോന് ഏകനായിട്ടുള്ള ശ്രീ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണെന്ന് വേദം ബോധിപ്പിക്കുന്നു. അപ്രകാരമായിരിക്കുന്ന സൂര്യൻ വേദോക്തങ്ങളായിട്ടുള്ള സകല കർമ്മങ്ങളുടെയും മൂലമാണ്. അതുകൊണ്ട് ഋഷിമാർ ഭഗവാന് സൂര്യന് അനവധി രൂപമുണ്ടെന്ന് പറയാണ്. ഭഗവാന് ഓരോ മാസവും ഒരു രൂപത്തിലാണ് ഭഗവാൻ വരിക. ഉപാധി കൊണ്ടുള്ള നാനാത്വം അല്ലാതെ വാസ്തവത്തിൽ. അപ്പോൾ ഭഗവാൻ ഇപ്പം കൃഷ്ണൻ അനവധി പേരുടെ രൂപം സ്വീകരിക്കില്ലേ? അപ്പം ആ ഉപാധി കൊണ്ടുള്ള നാനാത്വം അല്ലാതെ വാസ്തവത്തിൽ സൂര്യൻ ബ്രഹ്മസ്വരൂപനായിട്ടുള്ള ശ്രീഹരിന്ന് ശ്രീകൃഷ്ണനിന്ന് വിഭിന്നനല്ല എന്ന് പറയുകയാണേ. കാലോ ദശ ക്രിയോ കർത്ത കരണം കാര്യമാഗമാ ദ്രവ്യം ഫലമിതി ബ്രഹ്മൻ നവധുക്കൊതോ ജയ ഹരി. അജയമായാൽ ഹരി ഭഗവാൻ നവധ 9 വിധയും കഥ പറയപ്പെട്ടു. കാലസ്വരൂപം ധരിച്ച ഹരി തന്നെ ശ്രീകൃഷ്ണൻ തന്നെ ക്രിയോപാധി നിമിത്തം ദ്വാദശാദിത്യ സ്വരൂപനായിട്ട് ഭവിച്ചിരിക്കണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടേ കർമ്മങ്ങളുടെ വൈവിധ്യ നിമിത്തം 12 ആദിത്യന്മാരെ സ്വരൂപം ധരിച്ചാണ് വന്നേക്കണേ. അപ്പോൾ ആദ്യമായി സർവകർമ്മങ്ങളുടെയും നിർവഹണത്തിന് ആവശ്യമായിട്ട് ഈ മായയാൽ കൽപ്പിക്കപ്പെട്ട 9 വിധ ഭേദങ്ങളെ കാണിക്കുകയാണ്. ഈ പ്രാതകാലം, മധ്യാഹ്നകാലം, സായങ്കാലം, ഉത്തരായണകാലം, ദക്ഷിണായനകാലം, ഇങ്ങനെ ബഹുവിധത്തിൽ പറയപ്പെടുന്നതായിട്ടുള്ള കാലം, സമദേശം, ഉയർന്ന ദേശം, താണദേശം, ഇങ്ങനെ ബഹുവിധ രൂപമായിട്ടുള്ള ക്രിയ, സാത്വികൻ, രാജസൻ, താമസം, ഇങ്ങനെ ബഹുവിധ ഗുണങ്ങളോടുകൂടിയ കർത്താവ്, ശൃഗ് തുടങ്ങിയ ബഹുവിധ കരണം, ബഹുവിധ യാഗാദികളായിട്ടുള്ള കാര്യം, ബഹുവിധ മന്ത്രങ്ങളടങ്ങിയ ആഗമം, വ്രീഹ്യാദികളായിട്ടുള്ള ബഹുവിധ ദ്രവ്യം, സ്വർഗം തുടങ്ങിയ ബഹുവിധ ഫലം, ഇങ്ങനെ 9 വിധത്തിൽ ഭവിച്ചേക്കണ് ബ്രഹ്മൻ ഏകനായിട്ടുള്ള ശ്രീഹരി കൃഷ്ണൻ തന്നെയാണ്, സംശയം വേണ്ട. മായയാവണ ഉപാധി അംഗീകരിച്ച ഭഗവാൻ 9 വിധത്തിൽ ആകൃതി ധരിക്കാണ്ടിരുന്നാലേ ലോകത്തിൽ യാതൊരു വിധ വ്യാപാരവും നടക്കില്ല എന്ന് മാത്രമല്ല ലോകം തന്നെ ഇല്ലാണ്ടാവില്ലേ. അതുകൊണ്ട് സൃഷ്ടിയിൽ ഏകനായിട്ടുള്ള സൃഷ്ടിയുടെ ആദിയിൽ ഏകനായിട്ടുള്ള ഭഗവാൻ കാലദേശാദികളായിട്ടുള്ള 9 വിധ രൂപങ്ങൾ മായ സ്വീകരിച്ചു എന്ന് പറയുകയാണ്. വാവയ ഇതൊന്ന് മിനിമത്തിൽ വെക്കണം കേട്ടോ. കേട്ടോ, തീയൊന്ന് മിനിമത്തിൽ വെക്കുന്നു. മധ്വാദിഷു ദ്വാദശസു ഭഗവാൻ കാലരൂപധൃക് ലോകതന്ത്രായ ചരതി പൃഥക് ദ്വാദശഭിർഗണൈ. മധ്വാദിഷു ദ്വാദശസു, മധു തുടങ്ങിയ 12 മാസങ്ങളിൽ മധുമാസം അല്ലേ, ലോകതന്ത്രായ ലോകയാത്രാ നിർവഹണത്തിന് ആയിക്കൊണ്ട് കാലരൂപധൃക് ഭഗവാൻ കാലരൂപം ധരിച്ച ഭഗവാൻ കൃഷ്ണൻ ദ്വാദശഭീരൂപേ പൃഥക് 12 വിഭിന്ന രൂപം ധരിച്ച് 12 മാസവും സൂര്യൻ 12 വിഭിന്ന രൂപം ധരിച്ചിട്ട് വേറെ വേറെ ഗണൈ സഹ
ആ 12 ഗണങ്ങളോടുകൂടി വേറെ വേറെ ഗണമാണ്. ഒരു മാസം ഉണ്ടായ ഗണമല്ല കൂടെ അടുത്ത മാസം ഉണ്ടാകുമ്പോൾ ചൈത്രം വൈശാഖം തുടങ്ങിയ 12 മാസങ്ങളിൽ 12 വിഭിന്ന രൂപങ്ങൾ ധരിച്ച ഭഗവാൻ ശ്രീ സൂര്യമൂർത്തി ലോകയാത്ര നിർവഹിക്കാൻ 7 പേരടങ്ങിയ ഗണങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നു. ധാതാകൃതസ്ഥലീ ഹേതിർ വാസുകീ രഥകൃന്മുനേ പുലസ്ത്യ തുമ്പുരുരിതി മധുമാസം നയന്ത്യമീം. ധാതാകൃതസ്ഥലീ ഹേതിർ വാസുകീരഥകൃന്മുനേ പുലസ്ത്യ തുമ്പുരുരിതി മധുമാസം നയന്ത്യമി. ഒന്നാമത്തെ മധുമാസത്തിലെ ഗണം വിവരിക്കുകയാണ്. ധാതാവ് എന്നു പേരുള്ള സൂര്യൻ കൃതസ്ഥലി എന്ന് പേരായിട്ടുള്ള ധാതാവ് എന്നുള്ള സ്വരൂപമാണ് ഭഗവാൻ സൂര്യൻ സ്വീകരിച്ചേക്കണ മധുമാസം അല്ലേ. കൃതസ്ഥലിന്ന് ഉള്ള അപ്സരസ്ത്രീയുണ്ട് ഭഗവാനെ സേവിക്കാൻ. ഹേതി എന്ന് പേരായിട്ടുള്ള രാക്ഷസനുണ്ട്. വാസുകി എന്ന് പേരായിട്ടുള്ളൊരു നാഗമുണ്ട്, സർപ്പം. രഥകൃത്ത് എന്ന് പേരായിട്ടുള്ളൊരു യക്ഷനുണ്ട്. പുലസ്ത്യൻ എന്ന് പേരായിട്ടുള്ള ഋഷിയുണ്ട്. തുമ്പുരു എന്ന് പേരായിട്ടുള്ള ഗന്ധർവനുണ്ട്. ഇവരവരവരുടെ പ്രവൃത്തികൾ ആചരിച്ചുകൊണ്ട് മധുമാസത്തിൽ സൂര്യഭഗവാനെ നടക്കാൻ സേവിക്കുന്നു. അപ്പോൾ ഇവർ ഓരോരുത്തരും ചെയ്യുന്ന പണി എന്താണെന്ന് നമ്മൾ അവസാനം മനസ്സിലാക്കും. അര്യമാ പുലഹോ അധൗജ പ്രഹേതി പുഞ്ചകസ്ഥലീ നാരദ കശ്ചനീരച്ച നയന്തിയേദേഷ്മ മാധവം. അര്യമ അടുത്ത മാസം അല്ലേ. അര്യമാവാണ് സൂര്യൻ. അര്യമാവിൻ്റെ സ്വരൂപമാണ് സൂര്യൻ സ്വീകരിച്ചേക്കണേ. പുലഹൻ ഋഷി, അധൗജസ് യക്ഷൻ, പ്രഹേതി എന്നാണ് രാക്ഷസൻ്റെ പേര്, പുഞ്ചികസ്ഥലിയാണ് അപ്സരസ്, നാരദരാണ് ഗന്ധർവൻ, കച്ഛനീരൻ നാഗം. ഇങ്ങനെ ഇവർ വൈശാഖമാസം മധു കഴിഞ്ഞിട്ട് വൈശാഖത്തിൽ ഇടവം മാസം നടത്തുന്നവരാണ്. മിത്രേതി പൗരുഷേയോധ. അപ്പം മീനത്തിലാണ് തുടങ്ങണേ അല്ലേ. അല്ല അതെ. പിന്നെ മേടം ഇടവൈ. അപ്പോൾ മിത്രൂതി പൗരുഷേയോധ തക്ഷഗോ മേനക ഹരി. മേനക ഹരിയല്ല കേട്ടോ, രഥസ്വന ഇതിഹേതി ശുക്രമാസം നയന്ത്യമി. മിത്രനാണ് സൂര്യൻ. മിത്രസ്വരൂപം സൂര്യൻ ധരിച്ച് അത്രി ഋഷി, പൗരുഷേയൻ രാക്ഷസൻ, തക്ഷകൻ നാഗം, മേനക അപ്സരസ്, എന്നുള്ള ആളാണ് ഗന്ധർവൻ, രഥസ്വനൻ യക്ഷൻ. ഇവർ ജ്യേഷ്ഠമാസം മിഥുനമാസം നടത്തും. വസിഷ്ഠു വരുണൂരംഭ സഹജന്യത്തഥ ഹുഹൂ ശുക്രചിത്ര സ്വനശ്ചൈവ സ്വനാച ഏവ ശുചിമാസം നയന്ത്യമീം. അടുത്ത മാസേ ഇടവം അല്ല മിഥുനം കർക്കടകം. വസിഷ്ഠനാണ് ഋഷി. വരുണൻ്റെ സ്വരൂപമാണ് ഭഗവാൻ സൂര്യൻ സ്വീകരിച്ചേക്കണേ. രംഭേണ് അപ്സരസ്, സഹജന്യൻ യക്ഷൻ, ഹൂഹു എന്നുള്ള ആളാണ് ഗന്ധർവൻ, ശുക്രനാണ് നാഗം, ചിത്രസ്വനൻ രാക്ഷസൻ. ഇവർ ആഷാഢമാസം കർക്കടകമാസം നടത്തും. ഇന്ദ്രോഹു വിശ്വാവസു ശ്രോതാ ഏലാപത്ര തഥാംഗിരാ പ്രമ്ലോജാരാക്ഷസു വര്യൂ നഭോമാസം നയന്ത്യമി. ആ മാസം ഇന്ദ്രനാണ്, ഇന്ദ്രസ്വരൂപമാണ് സൂര്യൻ ധരിച്ചേക്കണേ. വിശ്വാവസു ഗന്ധർവൻ, ശ്രോതാവ് യക്ഷൻ, ഏലാപത്രൻ നാഗം, അങ്കിരസ് ഋഷി, പ്രമ്ലോജ അപ്സരസ്, വര്യൻ രാക്ഷസൻ. ഇവർ ശ്രാവണമാസം ചിങ്ങമാസം നടത്തി. വിവസ്വാൻ ഉഗ്രസേനശ്ച വ്യാഘ്ര ആസാരണോ ഭൃഗൂ അനുമ്ലോജ ശംഖപാലൂ നഭസ്യാഖ്യം നയന്ത്യമീ. ചിങ്ങം കഴിഞ്ഞ് കന്നിയിലെ വിവസ്വാൻ എന്നുള്ള സ്വരൂപമാണ് ഭഗവാൻ സൂര്യൻ സ്വീകരിച്ചേക്കണേ. ഉഗ്രസേനനാണ് ഗന്ധർവൻ, വ്യാഘ്രൻ രാക്ഷസൻ, ആസരണൻ യക്ഷൻ, ഭൃഗുവാണ് ആ മാസം കന്നിയിലെ ഋഷി, അനുമ്ലോജ ആണ് അപ്സരസ്, ശംഖപാലൻ നാഗം. ഇവർ ഭാദ്രപാദം കന്നിമാസം നടത്തും. പൂഷാ ധനഞ്ജയൂവാദ സുഷേണ സുരുചി തഥാ ഘൃതാജി ഗൗതമശ്ചേതി തപോമാസം നയന്ത്യമീ. പൂഷാവാണ് സൂര്യൻ്റെ സ്വരൂപം.
തുലാമാസം ധനഞ്ജയൻ, നാഗം, വാദം, രാക്ഷസൻ, സുഷേണൻ, ഗന്ധർവൻ, സുരുചി, യക്ഷൻ, ഘൃതാജി, അപ്സരസ്. ഇപ്പോൾ ഗൗതമ ഋഷിയാണ് തുലാമാസത്തെ ഋഷി. മാഘമാസം അല്ലെങ്കിൽ കുംഭം അല്ലേ, അടുത്താണ് കേട്ടോ തുലാം. പൂഷ കന്നിമാസം കഴിഞ്ഞിട്ടിപ്പോൾ മാഘം കുംഭമാണ് പറയുന്നത്. ഇപ്പോൾ ഗൗതമ ഋഷിയാണ് കുംഭം നടത്തണ, മാഘമാസം നടത്തുന്നത്. മാസം വിട്ട് പറഞ്ഞേക്കണ കൂർമ്മപുരാണത്തിൽ പറഞ്ഞ രീതി അവലംബിച്ചിട്ടാണ്. ഈ വൈഷ്ണവപുരാണത്തിൽ മാസക്രമം അനുസരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില ദിക്കിൽ ഗണങ്ങളുടെ നാമങ്ങളിലും വ്യത്യാസം കാണും. അത് കൽപ്പഭേദം. ഈ ഗണങ്ങൾ വേറെ മാസം വേറെ ഗണങ്ങൾ വരുമ്പോഴേ അത് കൽപ്പം മാറിപ്പോയേ. ആ കൽപ്പം കഴിഞ്ഞാൽ പിന്നെ ആ പേരൊന്നും ഉണ്ടാവുകയില്ല. ഇപ്പോൾ വസിഷ്ഠനും ഭൃഗുവൊക്കെ ഈ കൽപ്പത്തിലുള്ളതാണ്. ഈ കൽപ്പം കഴിഞ്ഞാൽ അവരുടെ പേരൊന്നും വിശ്വത്തിൽ നിലനിൽക്കില്ലല്ലോ. അതുപോലെ കൽപ്പഭേദം അനുസരിച്ചാണെന്ന് പൂർവാചാര്യന്മാർ പറയണേ. അപ്പോൾ ഇതൊക്കെ നോക്കി കണ്ടുപിടിച്ചുകൊണ്ട് അവിടെ വേറെ രീതിയിൽ പറഞ്ഞേക്കും, ഇവിടെ വേറെ രീതിയിൽ പറഞ്ഞേക്കണു, ഭാഗവത്തിൽ പറഞ്ഞാൽ ശരിയല്ല എന്നൊക്കെ ആൾക്കാർ മരമണ്ടന്മാർ പറയും. അപ്പോൾ ഓരോ ഗ്രന്ഥം ചിലപ്പോൾ വേറെ പുരാണങ്ങളിൽ കൽപ്പഭേദം അനുസരിച്ച് വേറെ പേര് കാണും. അപ്പോൾ അതിലൊന്നും എല്ലാ മാസവും മാറിക്കൊണ്ടിരിക്കേണ്ട ഗണങ്ങൾ, അത് കുഴപ്പമൊന്നുമില്ല. ക്രതുർവാർച്ച ഭരദ്വാജ പർജന്യ സേനജിത്തധാ വിശ്വ ഐരാവതശ്ചൈവ തപസ്യാഖ്യം നയന്ത്യമി. ക്രതു, യക്ഷൻ, വർച്ചസ്, രാക്ഷസൻ, ഭരദ്വാജൻ, ഋഷി, പർജന്യൻ ആണ് സൂര്യൻ്റെ സ്വരൂപം ആ മാസം. സേനജിത്ത്, അപ്സരസ്, വിശ്വൻ, ഗന്ധർവൻ, ഐരാവതം, നാഗം ഇവർ മീനമാസം നടത്തുന്നു. ഫാൽഗുനം. അഥാംശു കശ്യപത്താർക്ഷ്യ ഹൃദസേന തധു ഉർവശീ വിദ്യു ശത്രുർമഹാശംഖ സഹുമാസം നയന്ത്യമി. അംശു ആണ് സൂര്യൻ ആ മാസം. കശ്യപ ഋഷി, താർക്ഷ്യൻ യക്ഷൻ, ഹൃദസേനനാണ് ഗന്ധർവൻ, ഉർവശി അപ്സരസ്, വിദ്യുത് ശത്രു, രാക്ഷസൻ, മഹാശംഖൻ, നാഗം ഇവർ മാർഗശീർഷം ധനുമാസം നടത്തുന്നു. ഭാഗസ്പൂർജു അരിഷ്ടനേമി ഊർണായുശ്ച പഞ്ചമാ കർക്കോടക പൂർവചിത്തി പുഷ്യമാസം നയന്ത്യമി. ഭഗൻ സൂര്യൻ, സ്പൂർജൻ രാക്ഷസൻ, അരിഷ്ടനേമി ഗന്ധർവൻ, ഊർണൻ യക്ഷൻ, ആയുസ് ഋഷി, കാർക്കോടകൻ നാഗം, പൂർവജിത്തി അപ്സരസ് ഇവർ പുഷ്യമാസം മകരം നടത്തും. ത്വഷ്ടാ ഋജീകതനയ കമ്പളശ്ച തിലോത്തമാ ബ്രഹ്മവേദോധ ശതജിത് ധൃതരാഷ്ട്ര ഋഷംഭര. ത്വഷ്ടാവ് സൂര്യൻ, ഋഷികപുത്രൻ ചമദഗ്നി, ഋഷി കമ്പളൻ, നാഗം, തിലോത്തമ, അപ്സരസ്, ബ്രഹ്മാവേദൻ, രാക്ഷസൻ, ശതജിത്ത്, യക്ഷൻ, ധൃതരാഷ്ട്രൻ, ഗന്ധർവൻ അവർ അശ്വിനമാസം തുലാമാസം പരിപാലിക്കിനി. വിഷ്ണുർ അശ്വതരൂരംഭ സൂര്യവർച്ചാശ്ച സത്യജിത് വിശ്വാമിത്രോ മഘാവേദ ഊർജമാസം നയന്ത്യമി. വിഷ്ണു സൂര്യൻ, അശ്വതരൻ നാഗം, രംഭ അപ്സരസ്, സൂര്യവർച്ചസ് ഗന്ധർവൻ, സത്യജിത്ത് യക്ഷൻ, വിശ്വാമിത്രൻ ഋഷി, മഘാവേദൻ രാക്ഷസൻ ഇവർ കാർത്തികം വൃശ്ചികമാസം നടത്തുന്നു. യഥാ ഭഗവതോ വിഷ്ണുർ ആദിത്യസ്യ വിഭൂതയാ സ്മരതാം സന്ധ്യയോർ നൃയൂണാം ഹരന്ത്യം ഹൂ ദിനേ ദിനേ. ഭഗവതാ വിഷ്ണു ആദിത്യസ്വരൂപ ഭഗവാനായിട്ടുള്ള വിഷ്ണുവിൻ്റെ സ്വരൂപനായിട്ടുള്ള ഭഗവതാ വിഷ്ണു ആദിത്യസ്യ ഭഗവാൻ വിഷ്ണുവിൻ്റെ സ്വരൂപമായിട്ടുള്ള ആദിത്യൻ്റെ ഏതാ വിഭൂതായ വിഭൂതികൾ ദിനേ ദിനേ ദിവസവും സന്ധിക്ക് 2 സന്ധികളിൽ സ്മരതാം നൃയൂണം എന്ന് സ്മരിക്കുന്ന മനുഷ്യരുടെ അഹസിന ദുരിതത്തെ ഹരന്തിഹരിക്കുന്നു പറയുകയാണ്. അപ്പോൾ ആദിത്യസ്വരൂപം ധരിച്ച് എങ്ങും വ്യാപിച്ചേക്കണ ഐശ്വര്യപൂർണനായിട്ടുള്ള വിഷ്ണുവിൻ്റെ വിഭൂതികളെ എല്ലാ ദിവസവും 2 സന്ധ്യകളിലും പ്രാതസന്ധ്യയിലും സായം സന്ധ്യയിലും സ്മരിക്കണ മനുഷ്യരുടെ സർവപാപവും നശിക്കും. അപ്പോൾ നമ്മൾ നാളെ ഈ സൂര്യനാമധേയങ്ങളും മാത്രം അല്ലേ, ഋഷിമാരുടെ നാമധേയങ്ങൾ മാത്രം, ഇത്ര ഡീറ്റെയിൽഡല്ല അവരുടെ നാമങ്ങൾ മാത്രം. അപ്പോൾ സന്ധ്യാസമയത്ത് സ്മരിക്കാൻ വേണ്ടിയിട്ടേ വിഭൂതികളുടെ
ഞാൻ അത് പറഞ്ഞു തരാം. അപ്പോൾ കൂർമ്മപുരാണത്തിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് 45-ാം ശ്ലോകത്തിൽ നിർത്തിയിട്ട് നാളെ 46 തുടങ്ങും. ശ്രീഹരേ നമ, ശ്രീഹരേ നമ, ശ്രീഹരേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ, ശ്രീ ഗോവിന്ദ. ഗോപികാ ചരണസ്മരണം ഗോവിന്ദ, ശ്രീ ഗോവിന്ദ.